ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആദി ഹൗസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു 4 മണി പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. നമുക്കൊരു ഉണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുക. ജീരകം തിളച്ച് അതിൻ്റെ ആ ഒരു സത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് നൈസായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം, പച്ചരിയുടെ പൊടി. അതേപോലെ തന്നെ കുറച്ച് പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം പുട്ടുപൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാം. പത്തിരിപ്പൊടിയാണ് അതുകൊണ്ട് ഉണ്ടാക്കാം, കുഴപ്പമില്ല. തിളച്ച് വന്നിട്ട് നമുക്കിത് സിമ്മിലിട്ടിട്ട് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉണ്ടയ്ക്കുള്ള മാവാണ് റെഡി ആയിട്ടുണ്ട്. നല്ല ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ലേശിച്ച വെള്ളം തൊട്ട് പരത്തിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് നമുക്ക് ഇത് നിറച്ച് കൊടുക്കുക. ഇത് വെച്ചാൽ നാളികേരമുണ്ട്, ശർക്കര, ഏലക്കാപ്പൊടി, ജീരകം, ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മിക്സ് ചെയ്ത ഇത് നമ്മൾ ആ ഉണ്ടയിലേക്ക് നിറച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുഴച്ച് ലാസ്റ്റ് ടൈമിൽ ഒരു സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. എങ്കിലുള്ള നല്ല ഇതായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് പരത്താം. നമുക്ക് ചെറിയൊരു ഉണ്ടയ്ക്കുള്ള പാകത്തിന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. വെള്ളം തൊട്ടിട്ട് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടും. ചിലപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ, അതൊന്നും സാരില്ല. നമുക്ക് എന്നിട്ട് അതിലേക്ക് ഈ ആക്കി വെച്ചിട്ടുള്ള നാളികേരവും ശർക്കരയും ജീരകവും ഏലക്കാപ്പൊടിയൊക്കെ കൂടിയുള്ള മിശ്രിതം അത് നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഉണ്ടേനെ നമുക്ക് ഉരുട്ടി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ഉണ്ടയാണ് ഇത്. നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇതേപോലെ ഉരുട്ടി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അടിപൊളി ഉണ്ടയാവും. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പോൾ ശർക്കര ഇല്ല വെച്ചാൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ശർക്കരയാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയുക. അപ്പോൾ പിന്നെ ശർക്കര തന്നെ മതി. നല്ല ടേസ്റ്റുള്ളൊരു ഉണ്ടാക്കാം. നമുക്കത് ഓരോന്നായി ഉരുട്ടി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണ്ട ഉരുട്ടി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ സൂപ്പർ ഉണ്ട റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, സംഭവമാണ്. എല്ലാവരും കഴിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ സാധനമാണ്. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.